ഇതുപോലത്തെ 100 കട്ടില വയനാട്ടിൽ കൊടുക്കാൻ പോകുന്നത്. അതേ ക്വാളിറ്റി ഉള്ളത് തന്നെ. ബിനുവേ ഈ തടിയിട്ട് പണിയണം, കണ്ടോ? വൃത്തിയായിട്ട് മനസാക്ഷിയോടെ പണിയണം. ഇതുപോലത്തെ 100 കട്ടില നമ്മൾ പണിയാൻ പോകുന്നത്. ഒന്നുമല്ല, 10ഉമല്ല, 50ഉമല്ല, 100 കട്ടിലുകളാണ് ഈ വലിയ മനുഷ്യൻ പണിഞ്ഞു നൽകുന്നത്. ആണ് സത്യം പറഞ്ഞ തൊഴുതു പോവുകയാണ്. ഒന്ന് ചേർത്ത് കെട്ടിപ്പിടിച്ചോട്ടെ. സത്യം പറഞ്ഞ ഇവരെ പോലുള്ള മനുഷ്യരൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഒന്നും മോശമല്ലേ, കിലോമീറ്റർ അകലെയാവും കൊണ്ടുപോകുന്നത്. ഇതിന് എല്ലാത്തിനും നിങ്ങളെ എന്നെ സൃഷ്ടിച്ച തമ്പുരാൻ, ആ തമ്പുരാന്റെ കഴിവാ ഇതിന് നടക്കാൻ, അല്ലെ എന്റെ മാത്രമല്ല. അപ്പൊ നമ്മൾ തന്നെ മാസം പെൻഷൻ കിട്ടുന്നതിനകത്ത് ഞാൻ എന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും 4 ഏരി ഉപ്പുമുളകും മതി. ബാക്കി പൈസ മെച്ചമാണ്. ജനങ്ങളിൽ നിന്ന് പൈസ പിരിച്ചെടുത്താൽ ഞങ്ങൾക്ക് പെൻഷൻ തരുന്നത്. ആ പെൻഷന്റെ പൈസ ജനങ്ങളിലേക്ക് കൊടുക്കുക. നമസ്കാരം. സത്യം പറഞ്ഞ എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഈ ഒരു മനുഷ്യന്റെയൊക്കെ മുന്നിൽ തോറ്റുപോവുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട അസീസ് അണ്ണൻ. വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്ന മനുഷ്യർക്കായിട്ട് ഒന്നുമല്ല, 10ഉമല്ല, 50ഉമല്ല, 100 കട്ടിലുകളാണ് ഈ വലിയ മനുഷ്യൻ പണിഞ്ഞു നൽകുന്നത്. ഏകദേശം ഒരു കട്ടിലിന് 10,000-ലധികം രൂപ വില വരും. നല്ല തേക്ക് തടിയൊക്കെ ഇട്ടിട്ട് മനോഹരമായ 100 കട്ടിലാണ് ആ പാവപ്പെട്ട ജനതയ്ക്കായി ഈ മനുഷ്യസ്നേഹി പണിഞ്ഞു നൽകുന്നത്. ആണ് സത്യം പറഞ്ഞ തൊഴുതു പോവുകയാണ്. ഒന്ന് ചേർത്ത് കെട്ടിപ്പിടിച്ചോട്ടെ. സത്യം പറഞ്ഞ ഇവരെ പോലുള്ള മനുഷ്യരൊക്കെയാണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാം, 100 കട്ടില് പണിയണമെങ്കിൽ എത്ര രൂപയാകുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണം. പൈസയൊന്നുമല്ല, മനുഷ്യത്വമാണ് വലുതെന്ന് കാട്ടിത്തരുവാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അസീസ് അണ്ണൻ. അസീസ് അണ്ണൻ ആരോഗ്യവകുപ്പിലെ ജീവനക്കാരനായിരുന്നു. പെൻഷനായിട്ട് ഇപ്പൊ എത്ര നാളായി കാണും? 14 വർഷമായിട്ട് പെൻഷനായിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുമല്ല. ഒരു നമ്മുടെ നാടിന് എന്ത് ദുരിതമുണ്ടോ ആ സമയത്തെല്ലാം അസീസ് അണ്ണൻ മുന്നിലുണ്ട് അല്ലേ. ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്യുന്ന ഒരു നല്ല മനുഷ്യസ്നേഹിയാണ് ഈ മനുഷ്യൻ. നമുക്ക് ഈ കട്ടില് പണിയാനൊക്കെ ഉള്ള തീരുമാനത്തെക്കുറിച്ചൊക്കെ അസീസ് അണ്ണനോട് ചോദിക്കാം. 2 മാസം കൊണ്ട് മുഴുവൻ കട്ടിലും പണിഞ്ഞ് വയനാട്ടിൽ നേരിട്ട് എത്തിച്ചു കൊടുക്കാനാണ് അസീസ് അണ്ണന്റെ തീരുമാനം. അണ്ണ എന്ത് തോന്നുന്നു ഇങ്ങനൊരു ചെയ്തു കൊടുക്കാൻ ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്താണ്? സർവശക്തനായ ദൈവം ചെയ്തു കൊടുക്കാൻ വേണ്ടി സമ്പത്തും മനസ്സും ആരോഗ്യവും തന്നതിന് സർവശക്തനെ സ്തുതിക്കുന്നു. ഇതിനെല്ലാത്തിൻ്റെ ആശയം എൻ്റെ പിതാവായിരുന്നു. എന്നെ പഠിക്കാൻ വിട്ടു. പഠിച്ചു, ജോലി കിട്ടി, നല്ല ഇഷ്ടം പോലെ പെൻഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഇതെല്ലാം പോകുമ്പോൾ ജനങ്ങളെല്ലാം നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല. ഒന്നും കൊണ്ടുപോകുന്നില്ല. ഇതിപ്പോ അമ്മ കിടക്കട്ടെ, നമ്മൾ RCC കട്ടിൽ കൊടുത്തു. അത് ഞാൻ കട്ടിൽ കിടക്കുമ്പോൾ വിചാരിക്കും, ഞാൻ കൊടുത്ത കട്ടില് ഹിന്ദു ആണോ മുസ്ലിം ആണോ, മനുഷ്യനാണ്. വൺ മാൻ ഈസ് കംപ്ലീറ്റ് സ്ലീപ്പിംഗ് അപ്പ് ഓൺ ദി മൈ കോട്ട്. അതുപോലെ ഇവിടെ ഒരു ലോഡ് പച്ചക്കറിയും കൊണ്ടുപോയി കുറെ പേർക്ക് കൊടുത്തു. അതൊക്കെ വരുന്നു പോകുന്നു, ദൈവം തമ്പുരാൻ ചെയ്യാനുള്ളത് വരുന്നു. മനുഷ്യത്വമാണ്, പണമല്ല, മനുഷ്യത്വമാണ്. അപ്പൊ ഇത് പോകുമ്പോ ഇനിയിപ്പോ നമ്മള് തുടങ്ങി കഴിഞ്ഞില്ലേ, അതിപ്പം ഇനിയിപ്പം ലിമിറ്റില്ല. ഇനിയിപ്പോഴേ ലിമിറ്റില്ല. ഇതിപ്പോ കഴിവ് ഒരു 1.5 മാസം കൊണ്ട് കടിച്ചു തീർക്കണം. 1.5 മാസം മാക്സിമം. പിന്നെ അത് ലൈഫ് ലോങ് കിടക്കാം. അത് ഇരുമ്പാണെങ്കിൽ തുരുമ്പിക്കും, പ്ലൈവുഡ് ആണെങ്കിൽ പൊടി, പല്ല ഇരുമ്പാണെങ്കിൽ തുരുമ്പിക്കും. ഇത് തടിയാണ്, മാഞ്ചിയും അക്കേഷ്യയും കൊടുക്കും. അപ്പൊ അതുപോലെ കിടക്കും. അവര് വരും തലമുറയ്ക്കും വേറെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി കൊടുക്കുന്ന കട്ടിലല്ല. നമ്മുടെ ഫ്ലൈവുഡ് ഒക്കെ ഇട്ടാ പെട്ടെന്ന് പന്നലായി. ഇത് ഫുള്ള് തടി കൊണ്ട് മനോഹരമായ കട്ടിലാണ്. സ്ട്രോങ് ആയിട്ടുള്ള കട്ടിലാണ് അസീസ് അണ്ണൻ പണിത് നൽകുന്നത്. പണിത് നൽകുകയാണ്, വാങ്ങിക്കൊടുക്കില്ല. വാങ്ങുന്നതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് 2,000 രൂപ മുടക്കിയാലേ കട്ടിൽ കിട്ടും. അവിടുന്ന് കട്ടിൽ കിട്ടും. അതല്ല സാധനം. ഇത് അവർ ജീവിതം വേറൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല, മനുഷ്യന് എന്നേക്കും വേണ്ടിയിട്ടാണ് അണ്ണം കൊടുക്കുന്നത്. ആർക്ക് എന്ത് വരുന്ന പറയാൻ നോക്കുമോ. പിന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ കിട്ടുന്നു. എല്ലാവരെ കൊണ്ട് ചിലപ്പോൾ ഇന്നലെ ഒരാൾ വിളിച്ചാൽ പറഞ്ഞാൽ എന്നെ കൊണ്ട സാഹചര്യം ഒക്കെ തരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഈ പുല്ലെല്ലാം കൂടെ ഇതെല്ലാം കൂടെ എന്തെങ്കിലും ഗവൺമെൻറ് പൈസ കിട്ടണം, അത് അല്ലെങ്കിൽ നമ്മൾ ഭാഗത്ത് പേർക്ക് നമ്മൾ അങ്ങനെയല്ല കൊണ്ട്. അപ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ നോക്കുന്നത് അരിയും പേരോ 100 രൂപ എടുത്തൊന്നും കണക്കിലില്ല. അപ്പം നമുക്ക് സാമാന്യക്ക് നശിച്ച വിധത്തിൽ തേക്കിൻ്റെ കുറച്ചും ആഞ്ഞിലും പിന്നെ മാഞ്ചിയൊക്കെ ഇട്ട് ജീവിതം മൊത്തം കിടക്കത്തക്ക വിധത്തിൽ 100 കട്ടിൽ അവിടെ എത്തിക്കും. അതിന് ആരുടെയും പെരിയൊന്നും പോകുന്നില്ല. അപ്പം നമ്മൾ തന്നെ മാസം പെൻഷൻ കിട്ടുന്നതിനകത്ത് ഞാൻ എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും 4 ഏരി ഉപ്പുമുളകും മതി. ബാക്കി പൈസ മെച്ചമാണ്. അത് സാറിന് ജനങ്ങളിൽ നിന്ന് പൈസ പിരിച്ചെടുത്താൽ ഞങ്ങൾക്ക് പെൻഷൻ തരുന്നത്. ആ പെൻഷന്റെ പൈസ ജനങ്ങളിലേക്ക് കൊടുക്കുക. അതായത് വയനാട്ടിലേക്ക് കൊടുക്കാൻ ഒരു 100 കട്ടിൽ പണിയണം എന്ന് പറയാം. കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ പത്തനാപുരമാണ് കേട്ടോ. 15 വർഷമായി ജോലിയിൽ നിന്ന് വിരമിച്ചിട്ടും ഈ മനുഷ്യന്റെ ഒരു അധ്വാനമാണ്, അത് മനുഷ്യനോട് സഹജീവികളുള്ള സ്നേഹമാണ്. എല്ലാത്തിനും നിങ്ങളെ എന്നെ സൃഷ്ടിച്ച തമ്പുരാൻ, ആ തമ്പുരാന്റെ കഴിവാ ഇതിന് നടക്കാൻ, അല്ലെ എന്റെ മാത്രമല്ല. ദൈവം തമ്പുരാന്റെ അനുഗ്രഹം എന്നും അണ്ണനോടൊപ്പം ഉണ്ടാകട്ടെ. ഞങ്ങളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ പണി പൂർത്തിയാക്കി അണ്ണന് വയനാട്ടിൽ എത്തിക്കാൻ, അവരുടെ ഓരോരോ ഭവനങ്ങളിലും ഇത് എത്തിക്കാൻ കഴിയട്ടെ എന്നാണ് ഞങ്ങളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത്. ഒരുപാട് നന്ദി അണ്ണ. നല്ല കാര്യങ്ങളാണ്. ഇനിയും കൂടുതൽ പേർക്ക് ഇതുപോലുള്ള ഉപകാരങ്ങളൊക്കെ ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ, ആയുസ് തരട്ടെ, ആരോഗ്യം തരട്ടെ, നിങ്ങളുടെ സഹായം വരട്ടെ. ഓക്കെ, ഒന്ന് കെട്ടി ഒന്ന് പിടിച്ചോട്ടെ. പിന്നെ 2 പ്രാവശ്യം കെട്ടിപ്പിടിച്ചോ.